ഓരോ ചക്രത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ എന്ന് പറയാറുണ്ട്. മൂലാധാരത്തിൽ ഗണപതിയാണ് ഇരിക്കുന്നത്. എൻലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ ആൾക്കാർക്ക് ഭൂമിയിൽ ജീവിക്കാൻ തോന്നില്ല. ഓരോ ചക്രത്തിനും ഓരോ മന്ത്രങ്ങളുണ്ട്. ബ്രഹ്മാവിൻ്റെ വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊണ്ടാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. മെയിൻ സ്വിച്ച് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് 7 ചക്ര. ഇതിൽ നിന്നാണ് എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം ദർശന. നമസ്തേ. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിനകത്തിൽ 7 ചക്രാസിനെ പറ്റിയിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുമോ? ടാരോട്ടും അല്ലെങ്കിൽ ടാരോട്ട് ഉപയോഗിച്ചതിന് ശേഷം ഈ 7 ചക്രാസ് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് ശരിക്കും? ഓക്കെ, ഈ 7 ചക്ര എന്നുള്ള സംഭവം ഞാൻ കേൾക്കുന്നതും അറിയുന്നതും തന്നെ ഈ ഒരു ടാരോയിലേക്ക് വന്നതിന് ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഡീപ്പായിട്ട് കുറച്ചും കൂടെ അറിയാൻ തുടങ്ങിയത് റേക്കി എത്തിയതിന് ശേഷമാണ്. റേക്കി നമ്മളിപ്പോൾ 7 ചക്ര ഹീലിംഗ് എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ 2 തരത്തിലുള്ള തർക്കം നിൽക്കുന്നുണ്ട്. ചിലവർ പറയും ഉണ്ട് എന്ന് പറഞ്ഞ്, കൂടുതലും ഉണ്ട് എന്നുള്ള വാദമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും കുറവല്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്രേനെ ആരും കണ്ടിട്ടില്ല, അതാണ് സത്യം. അത് നമ്മുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സുഷുമ്ന, നമ്മുടെ സ്പൈനലിൽ വരുന്ന സുഷുമ്ന നാഡിയുടെ അതിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ സ്ഥാനം. അതായത് മൂലാധാരം എന്ന് പറയുന്നത് അവിടെ നിന്ന് മേലേക്ക് പോകുന്ന സഹസ്രാര പത്മം എന്ന് വരെ പോകുന്ന താമരയുടെ രൂപത്തിലാണ് ഉള്ളത്. അതായത് 4 ചക്രം, 4 ഇതള് മുതൽ 1000 ഇതളുള്ള താമര വരെ ആണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോസ്മിക് എനർജിയൊക്കെ കണക്റ്റ് ആയിട്ട് വരുന്നത് സഹസ്രാര പത്മത്തിലൂടെയാണ്. അതിന് സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഇവിടെ തല തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതിനെ ബ്രഹ്മരന്ധ്രം എന്നാണ് ഇവിടെ പറയുക. ബ്രഹ്മരന്ധ്രം പറയാൻ കാരണം താമരയിലിരിക്കുന്നത് ബ്രഹ്മാവാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊണ്ടാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ കുട്ടികൾ ഇങ്ങനെ കരയാറുണ്ട്, ചിരിക്കാറുണ്ട്. പെട്ടെന്ന് അവർക്ക് ദൈവം ഗോഡുമായിട്ട് കണക്റ്റഡ് ആണ്, പ്രപഞ്ചം കോസ്മിക് എനർജി ആയിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അത് വളരെ വളരെ പല ചിന്തകളും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തും കേട്ടുമൊക്കെ അത് ക്ലോസ്ഡ് ആവും. ഇപ്പോൾ നമ്മുടെ ഒന്നും തൊട്ട് നോക്കി അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവിടെ ഹാർഡായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഓരോ ചക്രത്തിനും ഓരോ പർപ്പസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ മൂലാധാരം ഇതിപ്പോൾ എല്ലാ ഹിന്ദു പുരാണം എടുത്ത് നോക്കുകയാണെങ്കിൽ ലളിത സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് മൂലാധാരത്തിനെ പറ്റി. അതായത് മൂലാധാരത്തിൽ ഗണപതിയാണ് ഇരിക്കുന്നത്. ഓരോ ചക്രത്തിലും ഓരോ അധിപന്മാരുണ്ട്, ദേവതകളുണ്ട്. അപ്പോൾ മൂലാധാരത്തിൽ ഗണപതിനെ തൊട്ട് നമസ്കരിച്ചിട്ട് വേണം സഹസ്രാരത്തിൽ. നമ്മൾ വൈഷ്ണവർ പറയും മഹാവിഷ്ണു ആണെന്ന് പറയും, ശൈവർ പറയും മഹാദേവനാണെന്ന് പറയും, ശക്തേർ പറയും ആദിപരാശക്തിയാണെന്ന് പറയും. അത് ഓരോരുത്തരുടെ എന്താണോ അവർ വിശ്വസിക്കുക. എല്ലാം ഒന്നാണ്. ഈ പറഞ്ഞ ഈ 3ഉം ഒന്നാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ എന്ന് പറയാറുണ്ട്. അതായത് ഈ 6 പടി പറഞ്ഞാൽ ആദ്യത്തെ മൂലാധാരം മുതൽ ആജ്ഞ വരയ്ക്കുള്ള 6 പടി കടന്ന് എത്തുമ്പോഴാണ് സഹസ്രാര പത്മത്തിലുള്ള മഹാദേവൻ അല്ലെങ്കിൽ ആരാണോ അവിടെ ഇരിക്കുന്ന മൂർത്തിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാലൻസ്, അതായത് ഇപ്പം ബ്രഹ്മഗ്രന്ഥി വിവേദിനി, രുദ്രഗ്രന്ഥി വിവേദിനി എന്ന് പറഞ്ഞ് നമ്മുടെ ലളിത സഹസ്രനാമം സ്ഥിരമായിട്ട് വായിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഓരോ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആജ്ഞാചക്രം ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കുക, അതൊക്കെ മീനിങ് ഫുള്ളായിട്ട് അത് വായിക്കുകയാണ് അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് അതിനുള്ളിൽ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വിഭേദിച്ച് പോകുന്നത് കുണ്ടലിനി ശക്തി എന്നാണ് ഈ മൂലാധാരത്തിന്. ഒരുപാട് പേര് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്, മിക്കവാറും എല്ലാവർക്കും അറിയുകയും ചെയ്യും. ജസ്റ്റ് ഇത് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ടച്ച് ചെയ്ത് പോവുകയാണെന്ന് മാത്രം. കുണ്ടലിനി ശക്തി 3.5 ചിട്ടായി കിടക്കുന്ന ഒരു പാമ്പിൻ്റെ രൂപത്തിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഏറ്റവും ലാസ്റ്റത്തെ മൂലാധാരത്തിൽ സ്പൈനലിൻ്റെ അറ്റത്താണിത് കിടക്കുന്നത്. ഇപ്പോൾ ഞാനിതിവിടെ പറയണത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും ഞാൻ പറയാം. മെഡിക്കൽ ഇതിൻ്റെ എംബ്ലം നോക്കിയിട്ടുണ്ടെങ്കിൽ പാമ്പ് ഇങ്ങനെ ചുറ്റി പോകുന്ന ഒരു ഗരുഡൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. മെഡിക്കൽ ചില ഹോസ്പിറ്റലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതേപോലെ. അപ്പോൾ ഇവിടുത്തെ ശക്തി ഉണർന്ന് നമ്മുടെ സഹസ്രാരത്തിലെത്തി ഇതാവുന്ന സമയത്താണ് നമുക്ക് ആത്മസാക്ഷാത്കാരം, എൻലൈറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ വരുന്നത്.
അത് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്, കിട്ടാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, അത് ലൈറ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ്, ഇത് ചക്ര എന്ന് പറഞ്ഞാൽ നേരെ നടുവായിട്ട് നമ്മുടെ ഈ ബട്ടൺ ഇടുന്ന ഭാഗത്ത് വരുന്ന നടുവായിട്ട് വരുന്ന ഭാഗത്താണ് ഇത് കാണുക. പക്ഷേ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുമ്പോഴാണ് നമുക്ക് വരുന്ന പല ജീവിതത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളാണെങ്കിലും മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെ ഇത് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇത് അലൈൻമെൻറ്റിൽ വരുന്ന സമയത്ത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഹീലായി പോവുകയും ചെയ്യും. ഇതിന് ഒരു ഇപ്പം ഇത്രയും ചക്രകളൊക്കെ ഓപ്പൺ ആയി നമ്മൾ അവിടെ വരെ എത്തണ്ടേ, അതിന് ശരിക്കും കാലതാമസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയില്ല, അത് പലരും പല ഡിപ്പെൻഡ്. ആക്ച്വലി 7 ചക്രങ്ങൾ മാത്രമല്ല കേട്ടോ, ശരീരത്തിൽ 524 എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അത്രയും ചക്രങ്ങൾ നമ്മുടെ എല്ലാ ഭാഗത്തും, നമ്മുടെ ഉള്ളംകൈ മുതൽ എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മുടെ ഉള്ളംകാല്, ഉള്ളംകൈ, നമ്മുടെ എല്ലാ ഭാഗത്തും ഇത്രയും ചക്രങ്ങളുണ്ട്. ഇതിലെ ഏറ്റവും മെയിൻ സ്വിച്ച് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് 7 ചക്ര. ഇതിൽ നിന്നാണ് എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കണക്ഷൻ പോയി എല്ലാവർക്കും ഒരേ രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല ഇത് ആക്ടിവേഷൻ ആവുന്നത്. ചില ആൾക്കാർക്ക് നന്നായി ഒന്ന് ഹാപ്പി ആയിട്ടൊന്ന് ഹാപ്പിനെസ് എക്സ്ട്രീംലി ഹാപ്പിനെസ് അനുഭവിക്കുന്ന സമയത്ത് അയ്യോ ഞാൻ പൊട്ടിത്തെറിച്ചു പോയി എന്ന് പറയാറുണ്ട്. അത്രയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അത് അങ്ങനെ ചിലപ്പോൾ ഒന്ന് തുമ്മുമ്പോൾ തന്നെ ചിലപ്പോൾ ആക്റ്റീവ് ആവുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേടിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് നമ്മുടെ ശരീരത്തിലൊരു പ്രവർത്തനം, ഒരു സ്ഫോടനം നടക്കുക എന്ന് പറയാം, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് വീഴുമ്പോഴായിരിക്കാം. അപ്പോഴൊക്കെ ഇത് ചിലപ്പോൾ കുണ്ടലിനി ഉണർന്ന് അതിൻ്റെ നമുക്ക് ആ സമയമായിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത് ആക്റ്റീവ് ആവാനുള്ള സമയം ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മേലേക്ക് പോവാറുണ്ട്. ചില ആൾക്കാർക്ക് പിന്നെ എത്ര ആയാലും പതിയെ ആവുള്ളൂ. അപ്പോൾ റേക്കിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ 7 ചക്ര മുതൽ ഹീൽ ചെയ്ത് വരുമ്പോൾ ഓരോ ഭാഗങ്ങളും നമുക്കത് ആക്റ്റീവായിട്ട് കൊണ്ടുവരുത്താനായിട്ട് പറ്റും. കുറച്ചൊരു എളുപ്പമാവുമെന്ന് മാത്രമേ. അതെ അങ്ങനെയാണ്. അപ്പൊ ഈ ടാരോട്ട് അല്ലാത്തൊരു വശങ്ങളില് ഈ ധ്യാനത്തിലൂടെ പറ്റും ഓപ്പൺ ആക്കാൻ പറ്റും. അത് ഓരോന്നിനും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓരോ ചക്രയ്ക്കും അധിപന്മാരുണ്ടെന്ന് പറഞ്ഞു, അവരെ വണങ്ങിയിട്ടും അതിനൊക്കെ ഓരോ ബീജമന്ത്രങ്ങളുണ്ട്. ഓരോ ചക്രത്തിനും ഓരോ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ നിരന്തരമായിട്ട് ജപിക്കുക, അതേപോലെ അത് അവിടേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുക. പിന്നെ അതിൻ്റെ കളറ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴിക്കും നമുക്ക് ഈ ചക്രങ്ങളിനെ ഒരു പരിധി വരെയൊക്കെ, ചിലവരുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടെന്നാവും, അല്ലെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്കത് 7 ചക്രങ്ങൾക്കും വ്യത്യസ്ത കളറാണ്. 7 അത് മഴവില്ല്, നമ്മുടെ മഴവില്ലിൻ്റെ കളറാണ് 7 ചക്രം. അപ്പം നമ്മൾ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മേലേക്ക് പോകുന്നത്, അതായത് ചുവപ്പ് മുതൽ വയലറ്റ് വരെ, വിബിജിയോർ എന്നുള്ള അതിൻ്റെ റിവേഴ്സ്, റെഡ് മുതൽ റെഡ്, ഓറഞ്ച്, യെല്ലോ, അങ്ങനെ ഗ്രീന്, ബ്ലൂ, അങ്ങനെ പോകുന്ന ഇൻഡിഗോ, വയലറ്റ്, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചക്രങ്ങളുടെ കളർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വരുന്ന കളർ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോഴും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴും അവിടെ കുറേ സമയം അതായത് ആ ഭാഗത്തേക്ക് ശ്രദ്ധ ഫോക്കസ് ചെയ്തിട്ട് ധ്യാനിക്കുന്നതൊക്കെ ഇത് ആക്റ്റീവ് ആവാൻ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട്. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും ഈ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ, എൻലൈറ്റ്മെന്റിലേക്ക് എത്തുമ്പോൾ പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ലെവലായിരിക്കില്ല, നമുക്ക് ഇപ്പം ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഈ ഭൂമി, സത്യം പറഞ്ഞാൽ എൻ്റെ ഗുരുക്കന്മാർ പറയണത് കേട്ടിട്ടുണ്ട്, എൻലൈറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞ ആൾക്കാർക്ക് ഭൂമിയിൽ ജീവിക്കാൻ തോന്നില്ല. എത്രയും പെട്ടെന്ന് സാക്ഷാത്കാരത്തിലെത്തി ഭഗവാനിൽ ലയിച്ച് ചേരുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യവും അവർക്ക് ഹാപ്പിനെസ് കൊടുക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും ലൈഫ് പർപ്പസ്, ഏകദേശം സ്പിരിച്വൽ ജേണിയിലുള്ള ആൾക്കാരുടെയൊക്കെ ആഗ്രഹം അതായിരിക്കും, അതിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും. ഓക്കെ ദർശന, താങ്ക് യു.